യെശയ്യാവ് 66:13-24 വരെ. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളമ്പുല്ലുപോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനയെ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ആയിരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജഡത്തോടും വ്യവഹരിക്കും. യഹോവയുടെ നിഹിതന്മാർ വളരെ ആയിരിക്കും. തോട്ടത്തിൽ പോകേണ്ടതിന് നടുവനെ അനുകരിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുകയും പന്നിയിറച്ചി, അറുപ്പ്, ചുണ്ടലി ഇവയെ തിന്നുകളയും ചെയ്യുന്നവർ ഒരുപോലെ മുടിഞ്ഞു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പ്രവൃത്തികളെയും വിചാരങ്ങളെയും അറിയുന്നു. ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. അവർ വന്ന് എന്റെ മഹത്വം കാണും. ഞാൻ അവരുടെ ഇടയിൽ ഒരു അടയാളം പ്രവർത്തിക്കും. അവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ ഞാൻ തർശീശ്, വില്ലാളികളായ പുൽ, ലൂദ് എന്നിവരുടെ തമ്പുരാൻ ആവാൻ എന്നിവരുമായി ജാതികളുടെ അടുക്കലേക്കും എന്റെ കീർത്തി കേൾക്കുകയും എന്റെ മഹത്വം കാണിക്കുകയും ചെയ്തിട്ടില്ലാത്ത ദൂരദ്വീപുകളിലേക്കും അയക്കും. അവർ എന്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ പ്രസ്താവിക്കും. ഇസ്രായേൽ മക്കൾ യഹോവയുടെ ആലയത്തിലേക്ക് വെടിപ്പുള്ള പാത്രങ്ങളിൽ വഴിപാട് കൊണ്ടുവരുന്നത് പോലെ അവർ സകല ജാതികളുടെയും ഇടയിൽ നിന്ന് നിങ്ങളുടെ സഹോദരന്മാരെയൊക്കെയും കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കയറ്റി എന്റെ വിശുദ്ധ പർവ്വതമായ യെരൂശലേമിലേക്ക് യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവരും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവരിൽ നിന്നും ചിലരെ ഞാൻ പുരോഹിതന്മാരെയും ലേവ്യന്മാരെയും എടുക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ അമാവാസി തോറും ശബ്ബത്ത് തോറും സകല ജഡവും എന്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവർ പുറപ്പെട്ടു ചെന്നു എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകുകയില്ല, അവരുടെ തീ കെട്ടുപോവുകയുമില്ല. അവർ സകല ജഡത്തിനും അറപ്പായിരിക്കും.